ഇത് നൂറുൽ അബ്സാർ ഫി മനാഖിബി ആലി ബൈത്തിൻ നബിയിൽ മുഖ്താർ എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ഫറസ്ദഖ് എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു കവിയുണ്ടായിരുന്നു. അഭിവന്ദരായ മഹാന്മാരായ സ്വഹാബികളുടെ കാലഘട്ടത്തിൽ ജീവിച്ച പ്രഗത്ഭനായ ഒരു ഇസ്ലാമിക പണ്ഡിതനും കവിയുമാണ് ഫറസ്ദഖ്. അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം വിശാലമായ ഷാമിലെ ഗവർണറായ ഖലീഫയായ ഹിഷാം ബിൻ മലിക് എന്ന് പറയുന്ന പ്രഗത്ഭനായിരിക്കുന്ന ഒരു രാജാവുണ്ടായിരുന്നു, ഒരു ഖലീഫയുണ്ടായിരുന്നു. അദ്ദേഹം ഹജ്ജിന് വേണ്ടി പോവുകയാണ് മക്കയിലേക്ക്. കൂടെ പാറാവുകാരുണ്ട്. ആ കാലഘട്ടത്തിൻ്റെ പ്രഗത്ഭനായ കവി ഫറസ്ദഖും ആ സംഘത്തിലുണ്ട്. അങ്ങനെ ഹജ്ജെല്ലാം കഴിഞ്ഞു. അജറുൽ അസ്വദ് ചുംബിക്കാനുള്ള മോഹത്താൽ അജറുൽ അസ്വദിനെ ചുംബിക്കാൻ വേണ്ടി ഖലീഫ വന്നപ്പോൾ അതിശക്തമായ തിരക്ക് കാരണം സാധിച്ചില്ല. കൂടെയുള്ള ഷാമുകാർ അദ്ദേഹത്തിന് ഒരു ചെയർ, ഒരു കസേര എടുത്ത് അപ്പുറത്ത് ഇട്ടുകൊടുത്തൊന്ന് വിശ്രമിക്കാൻ. തിരക്കൊഴിഞ്ഞിട്ട് മുത്താമെന്നുള്ള നിലക്ക് അപ്പുറത്ത് ഒരു കസേരയിൽ ഇരുത്തി. അപ്പോഴാ കടന്നു വരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരക്കുട്ടിയായ മഹാനായിരിക്കുന്ന അലി സൈനുൽ ആബിദീൻ ഒരു തങ്ങളുട്ടി കയറി വരികയാണ്. കൂടെ കുറച്ച് ആളുകളുമുണ്ട്. എല്ലാവരും വഴി മാറി മാറി കൊടുത്തു. നേരെ അദ്ദേഹം അജറുൽ അസ്വദ് ചുംബിച്ചു. അദ്ദേഹം തിരിച്ചുപോയി. ഇത് കണ്ടപ്പോൾ വലിയ പ്രയാസം തോന്നി ഹിഷാം ബിൻ മാലിക്കിന്. തൻ്റെ കൂടെയുള്ള പാറാവുകാരിൽ ഒരാൾ ചോദിച്ചു, യാ സയ്യിദി, ഇതാരാണെന്ന് ചോദിച്ചു. മൻ ഹാദ, ഇതാരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഹിഷാം ബിൻ മലിക് പറഞ്ഞു, ഇതാരാന്നോ? എനിക്കറിയില്ല. ആർക്കാ മൂപ്പരറിയാ എന്നുള്ള അർത്ഥത്തിൽ ഒരു പരിഹാസത്തിൻ്റെ ചോദ്യം മറുപടി പറഞ്ഞു. ആര്? ഹിഷാം ബിൻ മലിക്. ഇത് കേട്ടുനിന്ന പ്രഗത്ഭനായ കവിയായ ഫറസ്ദഖിന് അഹ്ലു ബൈത്തിനോടുള്ള മഹബത്ത് കൊണ്ട് അത് രസിച്ചില്ല. ഉടനെ തന്നെ അദ്ദേഹം, മഹാനായ ഫറസ്ദഖ് എന്നവർ ഒരുപാട് വരികളുള്ള കവിത പാടി. ആ കവിത, അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: ഹദല്ലദീ തരീഫുൽ ബത്ഹഉ വത്യതഹു വൽബൈതു യരീഫു വൽബഅതു യരീഫുഹു വൽഹില്ലു വൽഹറമു അദബ്നു ഖൈരി ഇബാദില്ലാഹി കുല്ലിഹിമി هذا التقي النقي يطاهر العالم هذا ابن فاطمة إن كنت جاهله بجده أنبياء الله قد ختموا وليس قولك من هذا بظائره الأرب تعريف من أنكرت والعجم. ഫറസ്ദഖ് പറയാണ്, ഹിഷാം ബിൻ മലിക്, നിങ്ങൾ അദ്ദേഹത്തിനെ പരിഹസിക്കുകയല്ലേ? നിങ്ങൾക്ക് അദ്ദേഹത്തിന് അറിയില്ലല്ലേ? എന്നാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതാരാന്നറിയോ? ഇത് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പേരക്കുട്ടിയാ. അറബികൾക്കും അനർബികൾക്കും എല്ലാം സുപരിചിതനാണ്. നിങ്ങൾക്കറിയില്ലല്ലേ? എന്നാൽ എല്ലാവർക്കും അറിയുന്ന സുപരിചിതനാണ്. പരിഹസിക്കണ്ട. SKSF പ്രസിഡന്റ് അതാരാ? സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളെ പരിഹസിച്ചത് നമ്മൾ കേട്ടവരാണ്. ഇങ്ങനെ പരിഹസിക്കുന്ന അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പണ്ട് മുതൽക്കേ അഹ്ലുബൈത്തിനെ പരിഹസിക്കുന്നവർ ഉണ്ടായിരുന്നു. ഫറസ്ദഖ് പറഞ്ഞു, ഇതാരാന്നറിയോ? വലൈസ ഖൗലുക മൻ ഹാദാ ബിളായിരിഹി. ആരാണ് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിച്ചില്ലേ? ഒരു കാര്യം പറഞ്ഞേക്കാം, അങ്ങനെ പരിഹസിച്ചാൽ വാടിപ്പോകുന്ന ഒരാളല്ല ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരക്കുട്ടിയാണ്. അറബികൾക്കും അനർബികൾക്കും സുപരിചിതനാണ് എന്ന് പറഞ്ഞ് മറുപടി കൊടുത്തു. ഹിഷാം ബിൻ മലിക്കിന് ദേഷ്യം വന്നു. അസ്ഫാൻ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് ജയിലിൽ അടച്ചു. ജയിലിൽ നിന്ന് അദ്ദേഹം നിർത്തിയോ? ജയിലിൽ നിന്നും നിർത്തിയില്ല. അദ്ദേഹം ജയിലിൽ നിന്നും പാടി, അത്തഹബീസുനി ബൈനൽ മദീനത്തി വല്ലത്തി
ഇലൈഹാ ഖുലൂബുന്നാസി യഹ്വി മുനീബുഹാ. ഓ ഹിശാം ബിൻ മലിക്കേ, നിങ്ങൾ എന്നെ മദീനയിലേക്ക് പോകുന്ന വഴിയിലല്ലേ ജയിലിലടിച്ചത്? ഇത് എല്ലാവരുടെയും ഹൃദയങ്ങൾ പോകുന്ന വഴിയോരമാണ്. സന്തോഷം. അവസാന ഗത്യന്തരമില്ലാതെ ഹിശാം ബിൻ മലിക്ക് ഫറസ്ദക്കിനെ മോദിപ്പിച്ചു. ഫറസ്ദക്ക് ഉയർന്ന് പന്തലിച്ചു. മഹാന്മാരായ അഹ്ലുബൈത്തിനോട് മഹബത്ത് വെച്ചതിൻ്റെ പേരിൽ. അതുകൊണ്ട് ഓർമ്മപ്പെടുത്താൻ, വഹാബികൾ എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലും അഹ്ലുബൈത്തിനെ നിസ്സാരവൽക്കരിച്ചവരാണ്. എൻ്റെ കയ്യിലുള്ളത് ഉമർ മൗലവിയുടെ പുസ്തകമാണ്. അദ്ദേഹം എഴുതിയ ഓർമ്മകളുടെ തീരത്ത് എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൻ്റെ 21-ാമത്തെ പേജിൽ അദ്ദേഹം വളരെ വ്യക്തമായി, ഉമർ മൗലവിനെ തള്ളി പറയാൻ പറ്റുമോ? അദ്ദേഹം എഴുതുകയാണ്, പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പരിശീലിപ്പിച്ചു വളർത്തിയെടുത്ത സമൂഹത്തിൽ തങ്ങന്മാരില്ല, അങ്ങനെ ഒരു വിഭാഗമേ ഇല്ല. ഇത്തരം സുവർണ മേധാവിത്വം ആരും ഉന്നയിച്ചിട്ടുമില്ല, ആരും വകവെച്ചു കൊടുത്തിട്ടുമില്ല. ഉമർ മൗലവി എഴുതുന്നത് മാത്രമല്ല, ഒന്നും കൂടെ കടന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത് നോക്കി നിങ്ങൾ. പ്രവാചക കുടുംബത്തിലെ പിന്മുറക്കാരായി രംഗപ്രവേശം ചെയ്തവർ ജനങ്ങളുടെ ആത്മീയ നേതാക്കളായി. അതോടെ സമൂഹത്തിൻ്റെ മുഴുവൻ വ്യവഹാര മണ്ഡലങ്ങളിലും ഇവർക്ക് ഔന്നിത്യവും ആഢ്യത്വവും ലഭിച്ചു. അങ്ങനെ ഇവർ തങ്ങന്മാരായി. തങ്ങൾ എന്ന ഈ അതിബഹുമാനത്തിൻ്റെ വിളി എങ്ങനെ, എപ്പോൾ, ആര് തുടങ്ങി എന്നൊന്നും ആർക്കും അറിയില്ല. അങ്ങനെ ഒരു സംഭവമില്ല. ആരാ പറയുന്നത്? ഇത് ഉമർ മൗലവി എഴുതിയതാണ്. സൽസബീൽ വളരെ വ്യക്തമായി പച്ചയായി അത് അച്ചടിച്ചു വന്നു. 997 സെപ്റ്റംബർ 20 വന്ന മാസികയിൽ സൽസബീലിൽ അത് അച്ചടിച്ചു വന്നു. ഇങ്ങനെ വളരെ വ്യക്തമായിക്കൊണ്ട് തങ്ങന്മാരെ പരിഹസിച്ചവരാണത്. ഒന്ന് കേട്ടു നോക്ക് നിങ്ങൾ. മുജാഹിദ് ബാലുശ്ശേരി തങ്ങന്മാരെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന തങ്ങൾ കുടുംബത്തിൽ ഒരു കാര്യമില്ല. ഞാൻ ഒന്നുകൂടി പറയണേ, തങ്ങൾ കുടുംബത്തിൽ പെടാതിരിക്കാൻ ദുആ ചെയ്തോളി. അതിൽ പെട്ടാ താടി ഉണ്ടാവില്ല, മീശ ഉണ്ടാവില്ല, സുന്നത്തും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, തൊപ്പി മാത്രം ഉണ്ടാവില്ല, വേറെ ഒന്നും ഉണ്ടാവില്ല. ഏത് തങ്ങൾക്കാ താടിയുള്ളത്? ഇങ്ങനെ വളരെ പുച്ഛമായി അഹ്ലുബൈത്തിനെ നിസ്സാരമായി സംവദിച്ചവരാണ് ഈ കേരളത്തിലെ വഹാബികള്. അത് പിന്നെ പണ്ഡിതന്മാരായാലും രാഷ്ട്രീയക്കാരായാലും വഹാബിയാണോ ആ സ്വഭാവം കാണിച്ചിരിക്കും. അതാണിപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസികളോട് നിങ്ങൾ ഒരുപക്ഷെ ഇവരൊക്കെ വലിയ നേതാക്കന്മാരായി രാഷ്ട്രീയപരമായി കാണുന്നവരായിരിക്കാം. ഞാനും അതേ ആശയത്തിലാണ്. അതുകൊണ്ട് തന്നെ സയ്യിദുമാരെയും ആലിമീങ്ങളെയും പരിഹസിക്കുന്ന ആ ഒരു രീതിയോട് സുന്നത്ത് ജമാഅത്ത് മനസ്സിൽ ഉൾക്കൊള്ളുന്ന ഒരാളും സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അവൻ ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, അവൻ ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വിശ്വാസമാണ് മഹാന്മാരായ സാദാത്യങ്ങൾ. കേരളക്കരയിൽ വളരെ പ്രഗത്ഭന്മാരായ ധാരാളം സാദാത്യങ്ങളായിരിക്കുന്ന ആളുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്യങ്ങളും, അതേപോലെ തന്നെ ജിഫ്രി കുടുംബങ്ങളും, അതേപോലെ മറ്റു പല കബീലകളുമുണ്ട്. ഈ പാണക്കാട് സാദാത്യങ്ങളെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജിഫ്രി കുടുംബത്തിനെയും നിരാകരിച്ചുകൊണ്ട് കേരളക്കരയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സമസ്തയുടെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെയും ഇടയിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടി ഓരോ ദിവസവും ഇതുപോലെയുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആരായിരുന്നാലും അവരെ കരുതിയിരിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹുവിനെ മുന്നിൽ നിർത്തിയിട്ട്, അള്ളാഹുവിന് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സാദാത്യങ്ങളെ ബഹുമാനിക്കുവാനും ആലിമീങ്ങളെ അനുസരിക്കുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.